ഷാജാൻ, ഇവിടെ നമുക്കറിയാം പി ശശി കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം അവരോധിച്ചിട്ടുണ്ട്. അന്നും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് പി ശശിയാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു, അല്ലേ? പിന്നീട് നമുക്കറിയാം പി ശശി ഒരു ലൈംഗിക പീഡന പരാതി, അതിനെ തുടർന്നാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതല്ല, പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ വ്യക്തി വി എസ് അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിൽ CPM രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി കത്തി നിന്ന സമയത്ത് പി ശശിയുടെ പൊടി പോലും നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷേ എന്ന് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം അനാരോഗ്യം കാരണം അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു, അന്ന് തൊട്ടാണ് ശശി വീണ്ടും ഈ മേഖലയിലേക്ക് പൂർവാധികം ശക്തമായി തിരിച്ച് വരുന്നത്. ശശി നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി, അതും പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു. ഇപ്പോൾ നോക്കൂ, ഇന്നും അൻവർ വാർത്താ സമ്മേളനം നടത്തി. അൻവർ പറഞ്ഞ പ്രധാനപ്പെട്ട ആക്ഷേപം, അതായത് ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം ADGP MR അജിത് കുമാറിനെതിരെ, ആ വിജിലൻസ് അന്വേഷണം സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്തിട്ടും ആ ഫയൽ പി ശശി പിടിച്ചു വെച്ചു എന്നതാണ്. ദേശാഭിമാനി പത്രത്തിലെ റിപ്പോർട്ട് പ്രകാരം ഇന്നലെ മാത്രമാണ് പിണറായി വിജയൻ അത് കണ്ടത്. അപ്പോൾ തന്നെ അദ്ദേഹം വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നാണ്. പി ശശിയാണ് ആഭ്യന്തരമന്ത്രി എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? അഡ്വക്കേറ്റ് KM ഷാജഹാൻ. അനിൽ, എനിക്ക് രണ്ട് ഭാഗങ്ങൾ പറയാനുണ്ട്. ഒന്ന്, അനിൽ ഇപ്പോൾ പറഞ്ഞ ഈ ചോദ്യത്തിനൊരു മറുപടി എനിക്ക് പറയാനുണ്ട്. രണ്ട്, ഈ യുവരാജ് ഗോകുൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു, അതിനും മറുപടി പറയാനുണ്ട്. ഞാനത് രണ്ടാമതേക്ക് വരാം. ആദ്യം ഞാൻ അനിൽ പറഞ്ഞ ചോദ്യത്തിന് മറുപടി പറയാം. ഈ അൻവർ എന്ന് പറഞ്ഞ ആളുടെ ആക്രമണം ADGP അജിത് കുമാറിനും പി ശശിക്കും എതിരാണ് എന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കെതിരെ? അൻവറിൻ്റെ ആക്രമണത്തിൻ്റെ കുന്തമുന പിണറായി വിജയൻ്റെ നെഞ്ചത്തേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്ക്. കാരണം ADGP അജിത് കുമാറിനെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഇന്നലെയാണ് പിണറായി വിജയൻ്റെ മേശപ്പുറത്ത് ചെല്ലുന്നതെന്നും അത് കണ്ട ഉടനടി തന്നെ ആ ഫയലിംഗ് കൊണ്ടെടുത്ത് അയാൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണെന്നും എന്നും ദേശാഭിമാനി പറയുമ്പോൾ CPMൻ്റെ പാർട്ടി അംഗങ്ങൾക്ക് പോലും അത് വിശ്വാസയോഗ്യമാകുമോ? എന്തൊരു അസംബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശശിയെല്ലാം തീരുമാനിക്കുന്നു, അത് പിണറായി അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു നിന്ദാസ്തുതിയാണ്. പിണറായി വിജയനിട്ടാണ് അൻവർ ഈ മുഖത്തിനിട്ട് അടി മുഴുവൻ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. DGP ദർവേഷ് സാഹിബ് ഇതിൻ്റെ ഫയല് മുഖ്യമന്ത്രിയെ ശ്രദ്ധപ്പെടുത്തിയിട്ട് ഒരാഴ്ചയായെന്നുള്ള വർത്തമാനങ്ങൾ ഇവിടെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട്, ഈ പിണറായി വിജയനെയും ശശിയെയും രണ്ട് തട്ടിൽ നിർത്താനുള്ള ഈ അൻവറിൻ്റെ ശ്രമം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പൊട്ടത്തരമാണ്, ഏറ്റവും വലിയ അസംബന്ധമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ CPMനെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഈ ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന് അതിനകത്ത് വന്ന അൻവറിനൊന്നും അറിയില്ല. അൻവർ എപ്പോഴാണ് അൻവർ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സഖാവാണ്, എൻ്റെ പാർട്ടി എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം CPMൻ്റെ ഒരു അവസ്ഥ. PV അൻവറാണ് ഇപ്പോൾ ഏറ്റവും വലിയ സഖാവും ഏറ്റവും വലിയ വിപ്ലവകാരിയും. അദ്ദേഹം പറയുന്നത് എൻ്റെ പാർട്ടി എൻ്റെ അച്ഛനെ പോലാണെന്ന്. ഈ പറയുന്ന അൻവർ ഈ പാർട്ടിയിൽ വന്നിട്ട് ഈ പാർട്ടിയായിട്ട് സഹകരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിട്ടുള്ളൂ. പിണറായി വിജയനും പി ശശിയും ബഹുമാനപ്പെട്ട PV അൻവർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയനും പി ശശിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് പിണറായി വിജയൻ പറഞ്ഞ പോലെ ഒരു ചുക്കും നിങ്ങൾക്കറിയില്ല. പിണറായി വിജയൻ്റെ ഈ ഇരുമയാണെങ്കിലും മനമൊന്ന് എന്ന് പറയുന്നത് പോലെയാണ് പിണറായി വിജയനും പി ശശിയും. നിങ്ങളെന്താ പറയുന്നത്? പി ശശി എല്ലാം അറിയുന്നു, പിണറായി വിജയൻ എന്ന് പറയും. എന്തൊരു അസംബന്ധമാണ്. നേരത്തെ അനിൽ പറഞ്ഞതുപോലെ 2011 ഈ പാർട്ടിയിൽ നിന്ന് സ്ത്രീപീഡന ആരോപണങ്ങളെ തുടർന്ന് പുറത്താക്കപ്പെട്ട ആളാണ് പി ശശി. ഇപ്പോൾ PK ശശി പോലും പുറത്താക്കപ്പെട്ടിട്ടില്ല, ഇയാൾ പുറത്താക്കപ്പെട്ടതാണ്. ഇനി പുറത്താക്കപ്പെടുന്ന സമയത്തൊക്കെ PV അൻവർ കോൺഗ്രസ്സാണ് PV അൻവർ, മനസ്സിലായില്ലേ? ആ സമയത്ത് പി ശശിയെ പുറത്താക്കുന്ന സമയത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നത് പിണറായി വിജയനായിരുന്നു.
അന്ന് പിണറായി വിജയൻ പി ശശിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി രാവും പകലും ശ്രമിച്ചതാണ്. അന്ന് വി എസ് അച്യുതാനന്ദൻ്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാണ് അന്ന് പുറത്തു പോയത്. അന്ന് പി ശശിക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണം എന്താണല്ലേ, ഒരു പാർട്ടി എം എൽ എയുടെ മകളെ മോശമായി പെരുമാറിയെന്നാണ്. നമുക്കറിയാം ആരാണ് എം എൽ എ എന്നുള്ളത്. DYFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നുള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. അതിന്മേൽ പുറത്തു പോയപ്പോൾ ഈ പി ശശിയെ അന്നും ചിറകിനടിയിൽ നിർത്തിയ ആളാണ് പിണറായി വിജയൻ. അതിനുശേഷം പുറത്തുപോയ ശശിയെ അന്നു മുതൽ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പാവപ്പെട്ട വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നുകൊണ്ട് പറ്റിയില്ല. അവസാനം എന്ത് സംഭവിച്ചു? അയാളെ തിരിച്ചു കൊടുക്കുന്നതിന് മുന്നോടിയായി അയാളെ അഭിഭാഷകരുടെ സംഘടനയിലേക്ക് എടുത്തു. എന്നിട്ട് CPMൻ്റെ ചില കേസുകളൊക്കെ അയാളെ ഏൽപ്പിച്ചു. അങ്ങനെ ഘട്ടം ഘട്ടമായി പുറത്ത് സ്ത്രീപീഡന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തായ പി ശശിയെ ഇഞ്ചിന് ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് സാക്ഷാൽ പിണറായി വിജയനാണ്. എന്നിട്ട് അവസാനം പിണറായി വിജയൻ എന്ത് ചെയ്തു? ഈ കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ അയാളെ നേരിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എടുത്തതാണ്. ബാക്കിയുള്ളവന്മാരെല്ലാം താഴെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നവരാണെങ്കിൽ ഈ സ്ത്രീപീഡന ആരോപണങ്ങളുടെ പേരിൽ പുറത്തുപോയ പി ശശിയെ നേരിട്ട് പിണറായി വിജയൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എടുത്തിട്ട് അയാളെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പിണറായി വിജയൻ കൊണ്ടുവന്ന കസേരയിൽ ഇരുത്തിയാണെന്ന് പറയും. ഇതൊന്നും നിങ്ങളുടെ പൊട്ടത്തിൽ നിങ്ങൾക്കൊന്നും അറിയില്ല. കാരണം നിങ്ങളന്ന് കോൺഗ്രസ്സിലായിരുന്നു. നിങ്ങളിപ്പോൾ എല്ലാവരെക്കാളും വലിയ CPM കാരനാണ്, പക്ഷേ നിങ്ങളന്ന് കോൺഗ്രസ്സിലായിരുന്നു. അപ്പോൾ കേരളത്തിലെ ആ ഇക്വേഷൻ അണ്ണുകിട മാറിയിട്ടില്ല. അത് അൻവറിന് മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ മനസ്സിലായിട്ടാണോ എന്നുള്ളതാണ് എനിക്കത്. മനസ്സിലായിട്ട് പിണറായി വിജയനിട്ട് കമ്പിപ്പാര കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് അൻവർ എന്നാണ് ഞാനീ പറയുന്നത്. തിരിച്ചു കൊണ്ടുവന്നു, തിരിച്ച് ഇയാളെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി കൊണ്ടുവന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ പാർട്ടിക്കകത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആവാനായിട്ട് ഇത്രയും ഒരു വൃത്തികെട്ടവൻ മാത്രമേ ഉള്ളൂ? ഞാൻ ചോദിക്കുന്നത്, സ്ത്രീ പീഡന ആരോപണങ്ങളുടെ പേരിൽ പുറത്തു പോയ അയാളെക്കുറിച്ചിട്ടുള്ള അതിദയനീയമായിട്ടുള്ള 100 കണക്കിന് കാര്യങ്ങളൊന്നും നമുക്കിവിടെ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പിന്നെ നമുക്ക് ഒരാഴ്ച ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നമുക്ക് അത്രയ്ക്ക് മലീമസമായിട്ടുള്ള ലൈംഗിക പീഡന കഥകളുള്ള ആളെ ഉളുപ്പുമില്ലാതെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് എന്തിനാണ്? പിണറായി വിജയൻ്റെ ഇതുപോലുള്ള അവിഹിതമായിട്ടുള്ള നിലപാടുകളെല്ലാം നടപ്പിലാക്കാൻ ഇന്ന് പാർട്ടിക്കകത്ത് അയാൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്ന ആൾ ശശിയാണ് എന്നുള്ളത് കൊണ്ടാണ് അയാളെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്. ഈ നേഴ്സറി പിള്ളേർക്ക് മനസ്സിലാവുന്ന കാര്യം ഈ പൊട്ടന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അയാൾ എന്ത് യുദ്ധമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അയാൾ മലനിരുന്നുകൊണ്ട് പച്ച തെറി വിളിക്കാനല്ലാതെ അയാൾക്ക് എന്തറിയാൻ പറ്റുമോ? അയാൾക്ക് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒന്നാന്ന് ഇയാൾ അറിയാഞ്ഞിട്ടല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇയാൾ പിണറായിക്കിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പൊക്കിൽ കൂടി ബന്ധമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ശശിക്കെതിരെ നടത്തുന്ന ഓരോ അടിയും പിണറായി വിജയൻ്റെ കരണക്കുറ്റിക്കിട്ടാണ് കൊള്ളുന്നത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവും. അൻവർ മനസ്സിലായില്ല എന്ന് പറയുന്നു, പക്ഷേ അൻവറിനും അത് മനസ്സിലാകുകയും അത് അൻവർ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗത്ത് BJPയുടെ യുവരാജ് ഗോകുൽ ഇവിടെ വളരെ സവിസ്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഈ യുവരാജ് ഗോകുലിനോട്, ഈ യുവരാജ് ഗോകുൽ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിനാണ് പ്രതിനിധീകരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് 3ാം തവണ അവിടെ അധികാരത്തിൽ സർവ്വ അധികാരങ്ങളോടും കൂടി നരേന്ദ്രമോദി അവിടെ പ്രധാനമന്ത്രിയായി ഇരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ യുവരാജ് ഗോകുലിൻ്റെ പാർട്ടിക്ക് ഇതിനകത്തൊരു റോളും ഇല്ലേ? ഇപ്പോൾ സ്വർണം പൊട്ടിക്കലിനെ കുറിച്ചും സ്വർണം കള്ളക്കടത്തിനെ കുറിച്ചുമൊക്കെ യുവരാജ് ഗോകുൽ വളരെ ആവേശഭരിതനായിട്ട് പറഞ്ഞല്ലോ. എന്താണ് PV അൻവർ പറഞ്ഞത്? സുജിത് ദാസ് എന്ന് പറഞ്ഞവൻ നേരത്തെ കസ്റ്റംസിലായിരുന്നു, അവൻ്റെ സുഹൃത്തുക്കളെ മുഴുവൻ കസ്റ്റംസിലിരിക്കുകയാണ്. കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഒത്തുകളിച്ചുകൊണ്ടാണ് ഇയാൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മുഴുവൻ നടത്തുന്നത് എന്നല്ലേ PV അൻവർ പറഞ്ഞത്? ആ കസ്റ്റംസ് ആരുടെ കീഴിലാണ്? കേന്ദ്ര ഗവൺമെൻറ് കീഴിലല്ലേ? ഈ സ്വർണം പൊട്ടിക്കലും സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു റോളും ഇല്ലേ ഗോകുലെ? ഞാൻ ചോദിക്കട്ടെ, ഒരു റോളും ഇല്ലേ? 2, ആരെക്കുറിച്ചിട്ടാണ് ആരോപണം ADGP അജിത് കുമാറിനെ കുറിച്ചിട്ടല്ലേ? അയാൾ IPS ഉദ്യോഗസ്ഥനല്ലേ? അയാൾ കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥനല്ലേ? അയാളെ നിലക്ക് നിർത്താനുള്ള അധികാരം BJPയുടെ കയ്യിലില്ലേ? ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും കോറായിട്ടുള്ള ഇഷ്യൂ എന്താ? ആ ഇഷ്യൂ എന്ന് പറയുന്നത് ഫോൺ ചോർത്തലല്ലേ? ആ ഫോൺ ചോർത്തി കഴിഞ്ഞാൽ അവനെ ചെവിക്ക് പിടിച്ച് പൊക്കാനുള്ള അധികാരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇരിക്കുകയല്ലേ?
ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കാനാണ് പോകുന്നത്? ഇവിടെ എല്ലാം ഒരു കൂട്ടുകക്ഷിയല്ലേ? ഇവിടെ പിണറായി വിജയനും ശശിയും ADGPയും അൻവറും എല്ലാം കൂട്ടുകക്ഷികളല്ലേ? എല്ലാം കള്ളന്മാരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്? ഈ കള്ളന്മാർ, ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന കള്ളന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് നഴ്സറി പിള്ളേർക്ക് പോലും അറിയാം. പക്ഷേ ഈ കള്ളന്മാരെ രണ്ടുപേരെയും പൊക്കാനുള്ള പരമാധികാരമുള്ള കേന്ദ്ര ഗവൺമെൻറ് എന്ത് പിണ്ണാക്കാണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അവരവരുടെ അധികാരം ഉപയോഗിച്ച് ഈ രണ്ടവന്മാരെ നിലയ്ക്ക് നിർത്തണ്ടേ? ആ നിലയ്ക്ക് നിർത്തുന്നതിന് പകരം ഇങ്ങനെ മാറിയിരുന്നുകൊണ്ട്, ഇങ്ങനെ ഗാലറി ഇരുന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞാൽ മതിയോ? ഗോകുലെ, നിങ്ങളല്ലേ ഇവിടെ അസർട്ട് ചെയ്യേണ്ടത്? നിങ്ങളുടെ അധികാരമല്ലേ ഇവിടെ ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയനെയും അൻവറിനെയും ADGPയെയും P ശശിയെയും എല്ലാം മൂലയ്ക്കിരുത്താനുള്ള അധികാരങ്ങളുള്ള സംവിധാനമല്ലേ കേന്ദ്ര ഗവൺമെൻറ്? നിങ്ങളല്ലേ? നിങ്ങളതൊന്നും ചെയ്യാതെ നിങ്ങൾ മാറിയിരുന്നു കൊണ്ട് ഇങ്ങോട്ടും അങ്ങോട്ടും എന്ന് പറയുമ്പോൾ അതിനകത്തും ഒരു ഇരട്ടത്താപ്പിൻ്റെ വശമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.